ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നും ഫുജേറയിലുള്ള ആ വെക്കേഷൻ വില്ലയിൽ തന്നെയാണ് കേട്ടോ. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. രാവിലെയുള്ള ഇവിടുത്തെ കാഴ്ച. മലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. കുറച്ച് ഭാഗത്ത് തണൽ, കുറച്ച് ഭാഗത്ത് വെയിലടിച്ചിട്ട് അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച. അതുപോലെ തന്നെ താഴെയുള്ള കടലും ഒക്കെ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അവിടെ ഇഷ്ടംപോലെ മീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അധികം സമയം കളഞ്ഞില്ല. രാവിലെ തന്നെ എല്ലാവരും നേരത്തെ അങ്ങ് പൂളിലേക്ക് ഇറങ്ങി. പൂളിൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങാൻ കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. പതുക്കെ 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 പിടിച്ചാണ് ഇറങ്ങിയത്. നീന്തലൊന്നും അറിയത്തില്ലേ, എന്നാലും നമ്മളിങ്ങനൊരു സ്വിമ്മിംഗ് പൂൾ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാതിരിക്കണ മോശമല്ലേ. അപ്പോൾ അങ്ങനെ ഇറങ്ങി, കുട്ടികളും ഒക്കെ ആയിട്ട് ഇറങ്ങി. എല്ലാവരും അങ്ങോട്ട് അർമാദിച്ചു എന്ന് തന്നെ പറയാം. കുറേ നേരം, ഒരു ഉച്ചവരെ സമയത്ത് എല്ലാവരും സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു കേട്ടോ. രണ്ടു പേർക്ക് നീന്തൽ അറിയായിരുന്നു. അവർ ഭയങ്കര സ്വിമ്മിങ്ങൊക്കെ ആയിരുന്നു. അറിയാൻ വയ്യാത്ത ആൾക്കാർ പതുക്കെ ഇങ്ങനെ സൈഡിൽ പിടിച്ചുകൊണ്ട് നിന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഞാനൊക്കെ വെറും ഇങ്ങനെ ഇറങ്ങി നിന്നിട്ടേ ഉള്ളൂ. എനിക്ക് നീന്തലൊന്നും അറിയില്ല. അങ്ങനെ കുറേ നേരം അവിടെ ഈ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചൂടൊക്കെ ആയി തുടങ്ങി. നമ്മൾ ആ ടെമ്പറേച്ചറായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയി. അങ്ങനെ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ എല്ലാവരും കളിച്ചു. അതായിരുന്നു മെയിൻ ആക്ടിവിറ്റി. സമയം കിട്ടുമ്പോൾ പിള്ളേരൊക്കെ സ്വിമ്മിംഗ് പൂളിൽ തന്നെയായിരുന്നു കേട്ടോ. അതൊരു രസമുള്ളൊരു എന്താ പറയുക, നല്ലൊരു ടൈം പാസ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഗെയിംസൊക്കെ കളിച്ചിരുന്നു. ബാഡ്മിൻ്റണും പിന്നെ ഊനോ കാർഡ്സ് കളിയുമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഫിഷിങ്ങിന് ഇറങ്ങി. ഇതാ ഇവിടെ ഫിഷിങ് ഉണ്ട് കേട്ടോ. ഈ ഏരിയയിൽ നമുക്ക് നിന്നിട്ട് ഫിഷ് ചെയ്യാം. ഇവിടെ ചെറിയൊരു ബോട്ടും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആർക്കും സ്വിമ്മിങ് അങ്ങനെ അറിയാൻ വയ്യാത്ത ആൾക്കാരായിരുന്നു മിക്കവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ബോട്ടുമായിട്ട് അങ്ങനെ ഇറങ്ങി പോകാനൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ തന്നെ ഇങ്ങനെ തുഴഞ്ഞിട്ട് പോയില്ലേ, അങ്ങനത്തെ ടൈപ്പ് ബോട്ടാണ് കേട്ടോ. രണ്ടുപേർക്ക് ഇരിക്കാവുന്ന 2 സീറ്റിംഗ് ഉള്ള ടൈപ്പ് ബോട്ടാണ്. പക്ഷേ നമുക്ക് സ്വിമ്മിങ് ഒന്നും വലിയ വശമില്ലാത്തതുകൊണ്ട് ആരും അങ്ങനത്തെ വലിയ ഇതിലേക്കൊന്നും കടന്നിട്ടില്ല കേട്ടോ. അതായത് നോക്കിയേ, താഴേക്ക് ഒരുപാട് മീനുകളും ഉണ്ട് കേട്ടോ ഇവിടെ. ആ താഴെ ഫുള്ളിങ്ങനെ കക്ക പോലെ കോറൽസായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ്. എന്താണ് പുറ്റ്, പവിഴം. അതിൻ്റെ അകത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ പുറ്റുകൾ ആണ് നിറച്ച്. ഒന്നും നമ്മളുടെ കയ്യോ കാലോ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം കോറും. അത്രയും നല്ല ഷാർപ്പായിട്ടുള്ള ഷെൽസൊക്കെയാണ് കേട്ടോ താഴെയുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇത് നോക്കിയേ, ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഇതാണുള്ളത്, കണ്ടില്ലേ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ വശത്ത് നോക്കിയാൽ ഞാൻ കുറച്ച് മീനിനെ കണ്ടപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചതാണ്. ഇത് കണ്ടോ, സെറ്റായിട്ട് കുറച്ച് മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇതൊന്നും മാത്രമല്ല കേട്ടോ, എനിക്ക് കുറച്ച് വീഡിയോയിൽ എടുക്കാൻ പറ്റുള്ളൂ. കുറേ മീനുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആമേനെ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ നല്ല മനോഹരമായ കാഴ്ച. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. നമുക്ക് താഴ്വശമൊക്കെ കാണാൻ നന്നായിട്ട് നല്ല ക്ലിയർ വെള്ളമായിരുന്നു. അപ്പം നമ്മൾ അധികം സമയം കളഞ്ഞില്ല, നേരെ അങ്ങോട്ട് ഫിഷിങ്ങിലേക്ക് എല്ലാവരും ഇറങ്ങി. ഫിഷിംഗ് റോഡൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും തന്നെ ഫിഷ് ചെയ്തു. കുറച്ച് മീനുകളൊക്കെ കിട്ടി കേട്ടോ. ഒരുപാട് കിട്ടിയില്ല, എന്നാലും കുറച്ച് മീനുകളൊക്കെ കിട്ടി. പക്ഷേ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് താഴെ നോക്കുമ്പോൾ തന്നെ കാണാം കുറേ മീനുകൾ ഇങ്ങനെ നമ്മുടെ ഇര കൊത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നല്ല തെളിഞ്ഞ വെള്ളമല്ലേ, ഇത് കണ്ടില്ലേ മീനൊക്കെ. ഇത് കുറച്ച് കുട്ടി മീനുകൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയതൊക്കെ ഒരു ഇത്തിരി കൂടെ വലിയ മീനുകളൊക്കെ ആയിരുന്നു കേട്ടോ കിട്ടിയത്. പല സ്ഥലത്തും ഇങ്ങനെ കുഞ്ഞു ഓളം പോലെ കാണുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെയൊക്കെ മീനുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഏരിയയൊക്കെ ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ ആ സ്ഥലം നോക്കിയിട്ട് ചൂണ്ടയിട്ടിട്ട് അങ്ങനെയാണ് മീൻ പിടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. അതിനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കി എന്നാലേ കാണുള്ളൂ. വേറെ ടൈഗർ ഫിഷ് പോലത്തെ കുറേ ഫിഷുകൾ അതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് കിടക്കണമായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ ആൾ പോകും. ആ ഫുൾ വലിയ ആമയായിരുന്നു. അതിങ്ങനെ തുഴഞ്ഞു പോകണം, നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പതുക്കെ ഫിഷിങ് ആക്ടിവിറ്റീസിലേക്ക് കടന്നു കേട്ടോ. ചൂണ്ടയിട്ടിരിക്കുകയാണ്. ഒരെണ്ണം കിട്ടി. അത് പതുക്കെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഏത് ഫിഷാണ് കിട്ടിയതെന്ന്. നോക്കിയേ, ഇത്തിരി വലിയൊരു സംഭവമാണ്. ബെൽറ്റ് ഫിഷ് എന്നാണ് ഈ ഫിഷിന് പറയണത്. വേറെ നമുക്ക് മലയാളത്തിൽ എന്താ പേരെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷെ നല്ല നീളമുള്ള ഫിഷാണ് കേട്ടോ. നോക്കിയേ, നല്ല നീളമുള്ള പാമ്പിൻ്റെ പോലെ ഉണ്ടല്ലേ, നല്ല നീളമുള്ള ഫിഷ്. അതിനാണ് കിട്ടിയത്. അങ്ങനത്തെ 2 ഫിഷിനെ കിട്ടിയിട്ടാ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരെണ്ണം കിട്ടി. പിന്നെ നമുക്കത് കുറച്ച് അയില മീനുകൾ കിട്ടിയത്. ഇതൊരു അയിലയാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് 4-5
അയല കിട്ടി. ഞാനും അവിടെ പതുക്കെ ഞാൻ പറഞ്ഞില്ലേ തുഴയാനുള്ള വള്ളം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാനും മോനും അവിടെ സെറ്റായി. ഞങ്ങളവിടെ ഇരുന്ന് ഫിഷ് ചെയ്യുമായിരുന്നു. ഇത് കണ്ടോ ഞങ്ങൾ എന്നോട് ഇരുന്ന് ഫിഷ് ചെയ്യണത്. അങ്ങനെ നമ്മൾ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൈകുന്നേരം വരെ ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് ശേഷം പിന്നെ ഫിഷിങ് അതിലേക്ക് അങ്ങോട്ട് കടന്നു. പിന്നെ അതിന് ശേഷം ഈവനിങ് ആയപ്പോൾ നമ്മൾ ബാർബിക്യൂ സെറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ. അപ്പോൾ നമ്മൾ അതിലേക്ക് ബാർബിക്യൂ ചെയ്തു. കുറച്ച് സോസേജൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ പിടിച്ച ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ബാർബിക്യൂ ചെയ്തത് കേട്ടോ. അതായിരുന്നു അടുപ്പെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ബാർബിക്യൂവിൻ്റെ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സോസേജ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക ആ ട്രെയിൽ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വെച്ചത്. അത് ആക്ച്വലി നമ്മളിവിടെ വന്നുകൊണ്ട് ഇപ്പോൾ സോൾട്ടും പേപ്പറും മാത്രം ജസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ അത് മാത്രം തേച്ചിട്ടൊന്ന് ചെയ്തിട്ടുള്ളൂ. നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെ അങ്ങനെ ഫുൾ മസാല വെച്ചിട്ടൊന്നും അല്ല ബാർബിക്യൂ ചെയ്ത് കേട്ടോ. പിന്നെ നമ്മൾ കെച്ചപ്പിലൊക്കെ മുക്കിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളിൻ്റെ ഫ്രണ്ടിൽ. ഊഞ്ഞാലിരുന്നിട്ട് ഒരു കുട്ടി വീഡിയോ എടുക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്തത് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടായിരുന്നു കേട്ടോ. അത് രസമായിരുന്നു അവിടെ ഇരുന്നിട്ട് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി അങ്ങനെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ അടുത്ത അടുത്ത ദിവസം നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോണതിൻ്റെ ആ വിഷമമുള്ളതാണെങ്കിലും തിരിച്ചു പോകണ വെക്കേഷൻ എൻഡ് ചെയ്യണ ആ ഒരു വീഡിയോയും കൂടെ നാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി 2 നൈറ്റ്സും 3 ഡേയ്സുമാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ആക്ടിവിറ്റി ആയിട്ട് ഒരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.